ഹലോ മക്കളെ, അപ്പോൾ നാളത്തെ ഇംഗ്ലീഷ് പരീക്ഷയിൽ എഡിറ്റിംഗ് വരാൻ പോകുന്നത് 5 മാർക്കിനാണ്. ഈ 5 മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ പറയുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ആക്ച്വൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് മക്കളെ? നാളത്തെ മോർണിംഗ് ലൈവിൽ നിങ്ങൾ വരിക. അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ആ ചോദ്യങ്ങൾ ചെയ്താലും ചെയ്തില്ലേലും നിങ്ങൾ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് കേൾക്കണം. കാരണം 95% എഡിറ്റിംഗ് വരാൻ പോകുന്നത് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ബേസ്ഡ് ആയിട്ടാണ്. ഓക്കെ, ഇത് ഞാൻ വെറുതെ ഇന്ന് ഉണ്ടാക്കിയതല്ല. കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ ലൈവിലും അല്ലാണ്ടും ചെയ്യുന്ന ചോദ്യങ്ങളിൽ നിന്നും പിന്നെ നമ്മൾ അല്ലാണ്ട് ലൈവിലെടുക്കാത്ത പല ചോദ്യങ്ങളും ബുക്കിൽ നിന്നൊക്കെ ചെയ്ത ചോദ്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ വരിക. പറഞ്ഞുതരാം കാര്യം, ശ്രദ്ധിക്കും. ഇങ്ങനെ ചോദ്യം വരും, അതായത് ടു പ്ലേയിങ്, ടു പ്ലേഡ്, ടു പ്ലേ. ഇതിൽ ഒറ്റെണ്ണം മാത്രമേ കറക്റ്റ് ഉള്ളൂ. ഏതാണ് രണ്ടെണ്ണം തെറ്റുള്ളത്? അത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഏതാണ് മക്കളെ? പ്ലേയിങ്ങും പ്ലേഡും തെറ്റാണ്. അതായത് ഇത്ര മനസ്സിലാക്കേണ്ടുള്ളൂ. ടു എന്ന് പറഞ്ഞ സാധനം വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് വേർബ് വരുമല്ലോ. ആ വേർബ് ING ഫോമിലുള്ള വേർബ് വരാൻ പാടില്ല. ടു പ്ലേയിങ് ഇല്ല, ടു സിംഗിങ് ഇല്ല, ടു ഡാൻസിങ് ഇല്ല. പ്ലേഡ് എന്ന് പറഞ്ഞ പാസ്റ്റ് ഫോമും വരാൻ പാടില്ല. ടു പ്ലേഡ് ഇല്ല. ടു സിംഗിന്റെ പാസ്റ്റ് സാങ് എന്നാണ്. ഡാൻസിന്റെ പാസ്റ്റ് ഡാൻസ്ഡ് എന്നാണ്. അതൊന്നും വരാൻ പാടില്ല. എപ്പോഴും പ്രസന്റ് ഫോം, ഇതിനെ V1 ഫോം എന്നൊക്കെ വിളിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ടത് ആ INGയും പാസ്റ്റ് ടെൻസിൽ ഇല്ലാത്ത ED ഒന്നും ഇല്ലാത്ത ഫോം ഉപയോഗിക്കണം. ടു പ്ലേ, ടു സിംഗ്, ടു ഡാൻസ്, ടു വാക്ക്, ടു വാക്ക്ഡ് ഇല്ല, ടു വാക്കിംഗ് ഒരിക്കലും വരാൻ പാടില്ല. അപ്പോൾ ഇത് ബേസ്ഡ് ആയിട്ട് മിക്ക വർഷങ്ങളിലും എഡിറ്റിംഗിൽ ഒരു ഇത് വരും. ഓക്കെ, എഡിറ്റിംഗിൽ നിങ്ങൾക്കറിയാം ഒരു ചോദ്യം ഇങ്ങനെ ആയിട്ടല്ല വരിക. 4 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തരും, അല്ലെ 4 അണ്ടർലൈൻ ചെയ്ത് തരും, എന്നിട്ട് എഡിറ്റ് ചെയ്യാനാണ് പറയാം. അതിൽ ഒരു അണ്ടർലൈൻ വരുന്നത് ഇതാവാൻ നല്ല സാധ്യതയുണ്ട്. ഒന്ന് നോക്കി വെച്ചോ. ഇതേ കാര്യം ക്യാനിൻ്റെ കേസിലും കുഡിൻ്റെ കേസിലും ഷാലെ, ഷുഡ്, മേയ, മൈറ്റ്, വില്ല്, വുഡിൻ്റെ കേസിൽ അപ്ലിക്കബിൾ ആണ്. ഏത് കാര്യം? അതായത് മക്കളെ, വില്ല് വന്നാൽ അതിൻ്റെ കൂടെ എപ്പോഴും എന്ത് വരുള്ളൂ? പ്ലേ വരുള്ളൂ. വിൽ പ്ലേയിങ് എന്ന് വരില്ല. ഐ വിൽ പ്ലേയിങ് എന്ന് വരില്ല. ഐ വിൽ ബി പ്ലേയിങ് എന്ന് വരും. വേറെ കാര്യം, ഐ വിൽ പ്ലേയിങ് വരില്ല. ഐ വിൽ പ്ലേഡ് എന്ന് വരില്ല. ഐ വിൽ പ്ലേ, ഐ വിൽ സിംഗ്, ഐ വിൽ ഡാൻസ്, ഐ ക്യാൻ പ്ലേ, ഐ ക്യാൻ സിംഗ്, ഐ ക്യാൻ ഡാൻസിങ് വരാൻ പറ്റില്ല, ഐ ക്യാൻ ഡാൻസും വരാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചു. ഇത് അവർ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട് ഈ സംഭവം. ഇതുകൂടാതെ ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണിത്. ഈ ഇസും വാസും ആറും വേറൊക്കെ വെച്ചിട്ടുള്ള സംഭവം. അപ്പോൾ എങ്ങനെ വരിക നോക്കാം. ഈ ചോദ്യം ട്രൈ ചെയ്ത് നോക്കിക്കേ. ഹീ ഈസ് പ്ലേയിങ് വെൻ ഹിസ് ഫ്രണ്ട്സ് വേർ സ്റ്റഡി. ഹീ ഇസ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഹീ ഷീ ഇറ്റ് ആണെങ്കിൽ നമുക്ക് റൂൾ അറിയാം. നിങ്ങൾക്ക് റൂൾ അറിയില്ല, ഓർത്ത് വെച്ചോ. ഹീ ഷീ ഇറ്റ് ആണ്, ഇവരൊക്കെ സിംഗിളർ ആണ്, നമ്മൾ ഇസ് തന്നെയാണ് ഉപയോഗിക്കുക. അയ്യോ ദേവി ആണെങ്കിൽ നമ്മൾ ആറാണ് ഉപയോഗിക്കുക. അതിൽ ഐക്ക് മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഐ ആം എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഹീ ഈസ് കറക്റ്റാണ്. പക്ഷെ അപ്പോഴും എന്താ പ്രശ്നം അവിടെ? ഇപ്പോൾ നോക്കുക, ഹീ ഈസ് പ്ലേയിങ് വെൻ ഹിസ് ഫ്രണ്ട്സ് വേർ സ്റ്റഡി. അതായത് ഫ്രണ്ട്സ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റ് ടെൻസിലാണ്. ഫ്രണ്ട്സ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അപ്പോൾ പാസ്റ്റ് ടെൻസിലാണ്. ഫ്രണ്ട്സ് വേർ സ്റ്റഡിങ് എന്നാണ്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ഈ സെൻറ്റൻസ് മൊത്തത്തിലാണ് പാസ്റ്റ് ടെൻസിലെ കാര്യമാണ് പറയുന്നത്. ഫ്രണ്ട്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ കളിക്കുകയായിരുന്നു. അപ്പം മനസ്സിലാക്കുക, ഒരു സെൻറ്റൻസ് പാസ്റ്റിലാണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഹീ ഇസിന് വേണ്ടിയിട്ടുള്ളതും പാസ്റ്റിലായിരിക്കണം. ഇസിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ് മക്കളെ? വാസ് ആണ്. ഇസിൻ്റെ പാസ്റ്റ് ടെൻസ് വാസ്. ഓർത്ത് വെച്ചോ, ഇസിൻ്റെ പാസ്റ്റ് ടെൻസ് വാസ്. ആറിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വേർ. അപ്പം ദേ ആർ എന്നാണ് കൊടുത്തതെങ്കിൽ ദേ വേർ ആക്കണം. ഇനി ഒരു പ്രോ ടിപ്പ് പറഞ്ഞുതരാം. 99% എഡിറ്റിംഗ് ചോദ്യങ്ങളും പാസ്റ്റ് ടെൻസിലായിരിക്കും. നിങ്ങൾക്ക് തന്നെ വേണം പോയി വെരിഫൈ ചെയ്യാം. പ്രീവിയസ് ഇയർ പേപ്പറിൽ 99% എഡിറ്റിംഗ് ചോദ്യങ്ങളും മൊത്തം സെൻറ്റൻസ് മൊത്തം പാസ്റ്റ് ടെൻസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസന്റ് ടെൻസിൽ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കേണ്ട, ചാടിക്കരി എല്ലാം പാസ്റ്റ് ടെൻസിലേക്ക് ആക്കരുത്. ചിന്തിക്കേണ്ട രീതി എന്താണ്? അത് പാസ്റ്റിലേക്ക് ആക്കണോ എന്ന് ചിന്തിക്കണം. അതിനെങ്ങനെയാണ് സാർ മനസ്സിലാവുക? ബാക്കിയുള്ള സെൻറ്റൻസ് വായിച്ചു നോക്കുക. സെൻറ്റൻസ് ആ ഒരു പാരഗ്രാഫിലെ ബാക്കിയുള്ള സെൻറ്റൻസുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ എന്ന്. 99% പാസ്റ്റിലായിരിക്കും. അപ്പോൾ അത് തപ്പിക്കോളാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, പ്ലേ എന്നാണെങ്കിൽ പ്ലേഡ് ആക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുക. ചാടിക്കയറി പ്ലേഡ് ആക്കണ്ട. പ്ലേഡ് ആക്കാൻ പറ്റൂലോ എന്ന് ആലോചിക്കുക. ഓക്കെ, അതിനുള്ള ചാൻസ് നിങ്ങൾ കാണണം. അതെങ്ങനെയാണ് ഉറപ്പിക്കുക? സെൻറ്റൻസ് വായിച്ചു നോക്കുക. അപ്പോൾ അടുത്ത സെൻറ്റൻസിൽ എന്താ ദേ വേർ ഡാൻസിങ് എന്നൊക്കെ പറയുകയാണ്. സെൻറ്റൻസ് പാസ്റ്റിലെ മനസ്സിലായി. അപ്പോൾ ഇതും പാസ്റ്റിലേക്ക് ആക്കണം. അതാണ് ലോജിക്ക് മനസ്സിലായല്ലോ? റെഡി. നെക്സ്റ്റ്, ഇവിടെ എന്താ പ്രശ്നം? സ്റ്റുഡൻസ് ഈസ് സ്ക്രോളിങ്. എന്താ കുഴപ്പം? ത്രൂ ദ റീൽസ്. ഇതിപ്പോൾ പാസ്റ്റ് ടെൻസിലൊന്നല്ല, സ്റ്റുഡൻസ് ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇസ് മാറ്റേണ്ടത് എന്തിലേക്കാണ്? സ്റ്റുഡൻസ് ആണ് മക്കളെ. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ദേ ആണ്. ദേ ആണ് ഇസ് വരുമോ? മൾട്ടിപ്പിൾ ആൾക്കാരുണ്ട് അല്ലേ? അയ്യോ ദേവി എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. ദേ ആർ എന്നാണ് വരിക. ഓക്കെ, ദേ ആർ, സ്റ്റുഡൻസ് ആർ സ്ക്രോളിങ് ത്രൂ റീൽസ്.
ക്ലിയർ ആണല്ലോ? എല്ലാവരും കൂടി ഒരുമിച്ച് റീൽസ് ചെയ്യേണ്ടാവില്ല, പക്ഷേ നമ്മൾ മനസ്സിലായില്ല. ഓക്കെ, ഇനി ഇതെന്തിനാ സാർ പറഞ്ഞത്? മക്കളെ ഓർത്ത് വെച്ചോളൂ, ഇസ് എന്ന് പറഞ്ഞ സാധനം കണ്ടാൽ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നേരത്തെ കണ്ട പോലെ അതിനെ വാസിലേക്ക് ആക്കിയായിരിക്കും വേണ്ടത്, അല്ല ഇപ്പോൾ കണ്ടതുപോലെ ആറിലേക്കാണ്. വാസ്റ്റിലേക്ക് എപ്പോഴാക്കാം? സെൻറ്റൻസ് പാസ്റ്റിലാവുമ്പോൾ നമ്മൾ വാസിലേക്ക് ആക്കും. ആറിലേക്ക് എപ്പോഴാക്കാം? അതായത് ഈ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഇസ് ഉപയോഗിക്കാൻ പാടില്ലല്ലോ, ആറല്ലേ വരും. അപ്പോൾ സബ്ജക്റ്റ് പ്ലൂറലാണ്, നമ്മൾ ഇതാക്കുകയാണ് ചെയ്യുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ്. ആറ് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇസ്സാക്കാനും വാസ് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഇസ്സാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്തോ. അപ്പോൾ ഇസ് കണ്ടാൽ വാസാക്കാൻ പറ്റും, വാസ് കണ്ടാൽ ഇസ്സാക്കാൻ പറ്റും, ആറ് കണ്ടാൽ ഇസ്സാക്കാൻ പറ്റും, ഇസ് കണ്ടാൽ ആറാക്കാൻ പറ്റും. ആ പോസിബിലിറ്റീസ് മനസ്സിൽ വന്നോട്ടെ. അങ്ങനെ വേം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇതേപോലെ ആറ് വന്നു കഴിഞ്ഞാൽ ആറിൻ്റെ പാസൻസ് വേറാണ്, പിന്നെ അതിൻ്റെ സിംഗുലർ ഇസ്. അപ്പോൾ ആറ് കണ്ടു കഴിഞ്ഞാൽ വേറാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിക്കോ, അല്ലെങ്കിൽ ഇസ്സാക്കാനുള്ള കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങിക്കോളാം. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പറ, ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? അപ്പം ദേ വാസ് ടോക്കിംഗ്. ദേ വാസ് ആണോ വരിക മക്കളെ? ദേ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. പ്ലൂറൽ ആണോ വാസ്? അല്ല. വാസ് എന്ന് പറഞ്ഞാൽ ഇസിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം വാസ് അല്ല ഉപയോഗിക്കേണ്ടത്. ആറിൻ്റെ ദേ ആർ ടോക്കിംഗ് എന്നല്ലേ നമ്മൾ പറയാം. അപ്പോൾ ആറിൻ്റെ പാസ്റ്റ് ടെൻസ് ആരാണ്? വേറാണ്. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഓർത്ത് വെച്ചോ. ഈ വാസ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും 99% അത് വേറെ ആയിരിക്കും. വേറ് വന്നു കഴിഞ്ഞാലോ സാർ വാസ് ആയിരിക്കും. ഇതങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണ്. പഠിച്ചു വെച്ചേക്ക്, മനസ്സിലാക്കി വെച്ചേക്ക്. റെഡി ആണല്ലോ മക്കളെ? സെറ്റ്. ഇനി ഇതുപോലത്തെ വേറെ ആൾക്കാരും കൂടെ കുറച്ചുണ്ട്. ഹീ ഹാവ് എ ബോട്ട്. ഇതെന്താ പ്രശ്നം? അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിംഗുലർ ആയിട്ടുള്ള ഹീ ഷീറ്റ് ആണെങ്കിൽ ഒരിക്കലും ഹാവ് വരില്ല, ഹാസ് ആണ് വരിക. അയ്യോ ദേവി ആണെങ്കിൽ അവിടെ ഹാവ് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഹാവ് വരും. ഓക്കെ, അപ്പോൾ ഹീ ഹാവ് എ ബോട്ട് അല്ല, ഹീ ഹാസ് എ ബോട്ടാണ്. അവിടെ നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചോ. ഹാവ് കണ്ടാൽ ചാടിക്കേറി അത് ഹാസ് ആക്കണ്ട, പക്ഷെ ഹാസ് ആക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. ഹാസ് കണ്ടാൽ ഹാവ് ആക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും. വാസും വേറും പോലെ തന്നെയാണ് ഹാസും ഹാവ്. ഹാസ് മിക്കവാറും ഹാവ് ആയിരിക്കും ആക്കേണ്ടത്, ഹാവ് മിക്കവാറും ഹാസ് ആയിരിക്കും ആക്കേണ്ടത്. ആ ഒരു സംഭവം ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് പറ. ദേ ഹാവ് പ്ലേഡ് ഫുട്ബോൾ ബിഫോർ ദേ സ്റ്റാർട്ടഡ് സ്റ്റഡി. അപ്പോൾ ഇവിടെ ഹാവ് ആണ് മാറ്റേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം? സാർ ഇവിടെ ഹാസ് ആക്കിയാൽ ശരിയാവുമോ? നേരത്തെ സാറ് പറഞ്ഞ പോലെ ഹാസ് ആക്കിയാൽ അങ്ങോട്ട് ശരിയാവുമോ? ഹാസ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം ആലോചിച്ചു, അയ്യോ ദേവി എന്ന് പറഞ്ഞാൽ ഹാവ് ആണ് ഓൾറെഡി. അപ്പോൾ ഇതിലെന്താ പിന്നെ പ്രശ്നം എന്താ? ദേ ഹാവ് പ്ലേഡ് ഫുട്ബോൾ ബിഫോർ ദേ സ്റ്റാർട്ടഡ്. എന്താ പ്രശ്നം എന്താണ്? ഓൾറെഡി കറക്റ്റ് അല്ല, അയ്യോ ദേവി ഹാവ് ആണ്. അപ്പോൾ എന്താ കുഴപ്പം? എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. അതായത് ഈ സെൻറ്റൻസ് എന്തിലാ മക്കളെ? ദേ ഹാവ് പ്ലേഡ് ഫുട്ബോൾ ബിഫോർ ദേ സ്റ്റാർട്ടഡ് സ്റ്റഡി. അത് സ്റ്റഡി ചെയ്യുന്നതിന് മുൻപ് ഇവർ ചെയ്ത കാര്യമാണ് അവർ ഫുട്ബോൾ കളിച്ചു. അതായത് അത് പാസ്റ്റിലാണ് സെൻറ്റൻസ്. ഈ പ്ലേഡ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റഡി ചെയ്തതിൻ്റെ പാസ്റ്റിലാണ്. അപ്പോൾ നിങ്ങളിത് പാസ്റ്റിലേക്ക് ആക്കണം. ഹാവ് പ്ലേഡ് ഫുട്ബോൾ പോരാ, എന്ത് വേണം? ഹാവിനെ അതിൻ്റെ പാസ്റ്റിലേക്ക് ആക്കുക. ഹാവ് ആണെങ്കിലും ഹാസ് ആണെങ്കിലും അവരുടെ പാസ്റ്റ് ഹാഡാണ്. പാസ്റ്റ് ഹാഡാണ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് എന്നൊക്കെയാണ് പറയുക. പേരൊന്നും പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഹാവും ഹാസും നിങ്ങൾ പാസ്റ്റിലേക്ക് ആക്കണമെങ്കിൽ അത് ഹാഡ് ആക്കണം. ഓക്കെ, അപ്പോൾ സാർ കുറച്ച് കൺഫ്യൂഷൻ ആവുന്നു. റിലാക്സ് ചെയ്യാം മക്കളെ, ഇത്ര ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. ഹാസ് കണ്ടാൽ ആവശ്യമുണ്ടെങ്കിൽ ഹാവിലേക്ക് ആക്കുക. ആവശ്യമുണ്ടോ സാറിന് എങ്ങനെയാണ് മനസ്സിലാവുക? ഹീ ഷീറ്റിൻ്റെ കൂടെ ഹാസ് വന്നാൽ ഓക്കെയാണ്, പക്ഷെ അയ്യോ ദേവീൻ്റെ കൂടെ ഹാസ് വന്നാൽ അത് ഓക്കെ അല്ല. അപ്പം നിങ്ങളൊന്നും ആലോചിക്കില്ല, ഹാവിലേക്ക് ആക്കുക. നേരെ തിരിച്ചു ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഹീ ഷീറ്റിൻ്റെ കൂടെയാണ് ഹാവ് വന്നെങ്കിൽ ഉറപ്പാണ് അത് ഹാവ് മാറ്റി ഹാസ് ആക്കണം എന്നുള്ളത്. ഇനി ചില സമയത്ത് ഇങ്ങനെ വരാം, എന്താണ്? ഹീ ഹാസ് തന്നെ വരാം, ഒരു കുഴപ്പമുണ്ടാവില്ല, അങ്ങനെ തന്നെ വരും. എന്നിട്ട് ഒരു അണ്ടർലൈനി. അപ്പം മനസ്സിലാക്കേണ്ട എന്താണ്? അത് സെൻറ്റൻസ് പാസ്റ്റിലേക്ക് ആക്കേണ്ട പരിപാടിയായിരിക്കും. അപ്പോൾ ഹാഡിനെ പറ്റി ചിന്തിച്ചു കൊടുക്കുക. അപ്പോൾ മാത്രം ഹാഡിനെ പറ്റി ചിന്തിച്ചാൽ മതി. അതേപോലെ തന്നെ ദേ ഹാവ് എന്ന് പറഞ്ഞു വരും, എന്നിട്ട് ഹാവ് അണ്ടർലൈനിയും എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയും, എഡിറ്റ് ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾ ആലോചിക്കുക, അത് സംഭവം എന്താണ്? ദേ ഹാവ് കറക്റ്റാണ്, പക്ഷെ എന്തായിരിക്കും ഇവിടെ മിസ്റ്റേക്ക്? അത് പാസ്റ്റിലേക്ക് ആക്കേണ്ട പരിപാടിയായിരിക്കും. അപ്പോൾ ഹാഡിനെ കൊണ്ടുവരിക. ഈ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? റെഡി. ലാസ്റ്റ് ടിപ്പ്. ഷീ ഹാസ് ബീൻ സിങ് അതിമനോഹരം. പറ, ഇതിങ്ങനെയാണ് പറയാം. എപ്പോഴും ഓർത്തോ, ഈ ബീൻ എന്ന് പറഞ്ഞ സാധനം വന്നാൽ എപ്പോഴും വേർബിൻ്റെ ING ഫോം വരണം. ദാറ്റ് ഈസ് സിംഗിങ്. ഷീ ഹാസ് ബീൻ സിംഗിങ്, ദേ ഹാഡ് ബീൻ സിംഗിങ്, എല്ലാം ബീൻ വന്നു കഴിഞ്ഞാൽ ING ഫോമും കൂടി വരണം. ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മക്കളെ ഒരു 90% ഗ്രാമറിലെ എഡിറ്റിംഗ് ചോദ്യങ്ങൾ അവർ ചോദിക്കുക. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഗ്രാമറിന് 5 മാർക്കിൽ എന്തായാലും 4 മാർക്ക് കിട്ടും. അതിൽ 5 മാർക്ക് തന്നെ ആക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചോദ്യങ്ങൾ ചെയ്യണം. ആ ചോദ്യങ്ങൾ നമ്മൾ മോർണിംഗ് ലൈവിൽ ചെയ്യുന്നതായിരിക്കും. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഗ്രാമറിലെ എഡിറ്റിംഗ് നിങ്ങൾ തകർക്കും, അതിൽ ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് ഇനിയും കാണാം മക്കളെ. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും ഇടുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.